മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒക്കെ പറയണ്ടായി, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറെ പുസ്തക സജഷൻസ് ഒക്കെ ഞാൻ തന്നു. അപ്പൊ ഇന്നത്തെ എന്റെ ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, വായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വരുന്നൊരു അവസ്ഥയുണ്ട്, റീഡേഴ്സ് സ്ലം. അതായത് നമുക്ക് വായിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, പുസ്തകം എടുക്കും, ഒരു 2-3 പേജ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് നമ്മൾ പുസ്തകം വീണ്ടും വെക്കും, വേറെ പുസ്തകം എടുക്കും, വീണ്ടും വായിച്ചു തുടങ്ങും. പക്ഷെ ഒന്നും നമുക്കൊരു സംതൃപ്തി കിട്ടില്ല. അതാണ് ആ ഒരു റീഡിംഗ് സ്ലംപ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ എല്ലാ വായനക്കാർക്കും അതുണ്ട്, സ്ഥിരമായി വായിക്കുന്ന എല്ലാവർക്കും അതുണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ കടന്നു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ കനം കുറഞ്ഞ പുസ്തകം എടുക്കും. അതായത് എനിക്ക് വായിച്ച് തീർക്കണം. ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് വായിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കും. എന്നിട്ട് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ, നല്ല ഒരു സസ്പെൻസോ അല്ലെങ്കിൽ അത്രയും നമ്മൾ ഇരുത്തുന്ന തരത്തിലുള്ള പുസ്തകങ്ങളായിരിക്കണം. അതിനുവേണ്ടി ഞാൻ കൂടുതൽ എടുക്കുന്നത് ക്രൈം ത്രില്ലേഴ്സ് ആയിരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നെ ഏറ്റവും കൂടുതൽ ഇരുത്തുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ക്രൈം ത്രില്ലേഴ്സ് ആയിട്ടുള്ള ജോണറാണ്. അപ്പോ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് 2 പുസ്തകങ്ങൾ കിട്ടി. ഞാൻ ഇതിന്റെ കനം വെച്ചിട്ടല്ല ഞാൻ ആ പുസ്തകങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത്. പക്ഷെ ആളുകളുടെ റിവ്യൂസ് അത്ര അധികം ഉണ്ടായിരുന്നു. നല്ല 2 ഫേമസ് പുസ്തകങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സ്ലം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബുദ്ധിമുട്ട് മാറും. പിന്നെ 2-3 ദിവസങ്ങളിലേക്ക് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവേയില്ല. നമ്മൾ നന്നായി വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നവർക്ക് ഞാൻ എന്റെ 2 സജഷൻസ് ആണ് ഈ 2 പുസ്തകങ്ങൾ. 2 മലയാള പുസ്തകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പോയട്രി കില്ലർ ബൈ ശ്രീ പാർവതി, പിന്നെ അതുപോലെ തന്നെ 7 ലിറ്റിൽ മങ്കീസ് ബൈ വി.ബി. ജോൺ. ഈ 2 പുസ്തകവും എനിക്ക് ആ സമയത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനും അതുപോലെ എന്റെ ആ ഒരു റീഡിംഗ് ജേർണിയിലേക്ക് ഞാൻ തിരിച്ചു വന്ന ഫീല് കിട്ടി. ഈ 2 പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ പോയട്രി കില്ലർ. ശ്രീ പാർവതിയുടെ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ശ്രീ പാർവതിയുടെ ഒരു പുസ്തകം എടുത്തത് ഈ ഒരു പോയട്രി കില്ലർ ആണ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ ശ്രീ പാർവതിയുടെ കുറെ അധികം പുസ്തകങ്ങളിലേക്ക് പോയത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഞാൻ പറഞ്ഞ ആ ഒരു കനം കുറഞ്ഞ പുസ്തകം എന്ന് പറയുന്നത് ആണ് ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ്. അത് കൂടാതെ അത്യാവശ്യം നല്ലൊരു ക്രൈം ത്രില്ലർ ആണ്. മൂന്നാമത്തെ കാര്യം ഈ പുസ്തകത്തിന്റെ പ്ലോട്ട് തന്നെയാണ്. സാഹിത്യകാരന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന കൊലപാതകി, സീരിയൽ കില്ലിംഗ്. എന്നിട്ട് ആ കൊലപാതകത്തിന് ശേഷം കൊലപാതകയുടെ അടുത്തായിട്ട് ഓരോ കവിതാ ശകലങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അതായത് അടുത്ത കൊലപാതകത്തിലേക്കുള്ള ഒരു സൂചനയായിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പം SP ആയിട്ടുള്ള ഡെറിക് ജോൺ ആണ് ഈ കഥ, ഈ ഒരു കൊലപാതകം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് വ്യക്തി ജീവിതങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ അന്വേഷണം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓരോ എഴുത്തുകാരുടെ അടുത്ത് ചെല്ലുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക. അപ്പോ എന്നാൽ നല്ല അത്യാവശ്യം ആ കില്ലറിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ് കില്ലറിനുള്ളത്. അപ്പോ എത്ര കണ്ടാലും നമുക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അതായത് ഒരു കൊലപാതകം ഉണ്ടായി, ഞാൻ സപ്പോർട്ട് ചെയ്യല്ല, എന്നാലും ഞാൻ പറയാണ്, കൊലപാതകത്തിന് ഒരു കാരണമുണ്ട്, അതും ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാരണം. അപ്പോ അങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ പോക്ക്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഫാസ്റ്റ് പേസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ലാംഗ്വേജ് ആണ്. 1-2 മണിക്കൂർ മാത്രം നമുക്ക് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന നല്ലൊരു ക്രൈം ത്രില്ലർ. ഇതിന്റെ സെക്കൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 7 ലിറ്റിൽ മങ്കീസ്, വി.ബി. ജോണിന്റെ 7 ലിറ്റിൽ മങ്കീസ് ആണ്. അത്യാവശ്യം ക്രൈം ത്രില്ലേഴ്സ് വായിക്കുന്ന എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പുസ്തകമാണിത്. ഒരുപാട് റിവ്യൂ കേട്ടിട്ട് തന്നെയാണ് ഞാനിത് വായിച്ചത്. എനിക്ക് ഒട്ടും ഡിസപ്പോയിന്റ്മെന്റ് വന്നില്ല, വായിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഈ 2 പുസ്തകവും ഒരുമിച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2ലും ഒന്നില് ഈ പറഞ്ഞ പോലെ പോയട്രി ആണ് ഹിന്റ് ആയിട്ട് വെക്കുന്നതെങ്കിൽ ഇതില് നഴ്സറി റൈംസ് ആണ് കില്ലർ വെച്ചിട്ട് പോകുന്നത്. അപ്പോ 2നും നമ്മൾ കുറച്ച് സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇതും വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു രീതിയാണ്. ഇതിലെ കഥ എങ്ങനെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 വയസ്സുകാരനായ അദ്വൈതിന്റെ തിരോധാനത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ആ കുട്ടി മരിച്ചു എന്നറിയും, പ്രതിനെ കണ്ടുപിടിക്കും. പോലീസ് പെട്ടെന്ന് തന്നെ സാഹചര്യ തെളിവൊക്കെ എടുത്തിട്ട്
പ്രതിനെ പിടികൂടും. അപ്പൊ അതേ നാട്ടുകാരനായിട്ടുള്ള റിച്ചാർഡ് ഓസ്റ്റൺ എന്ന് പറയുന്ന ആൾക്ക് ഇത് തീരെ അല്ല, ഇയാളല്ല കൊലപാതകം ചെയ്തതെന്ന് അയാളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇതിന്റെ ചുരുളഴിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു ഡിറ്റക്റ്റീവായിട്ട് റിച്ചാർഡ് ഓസ്റ്റൺ മാറുകയാണ്. റിച്ചാർഡിന്റെ അന്വേഷണം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ വിധം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് വായിക്കുന്നതിലൂടെ. അപ്പോ ആ ഒരു രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എഴുത്തുകാരന്റെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് പുസ്തകങ്ങളും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. രണ്ടും ക്രൈം ത്രില്ലേഴ്സ് ആണ്, അറ്റ് ദ സെയിം ടൈം സിമിലാരിറ്റീസും. അപ്പൊ ഇന്ന് ഞാൻ ഈ രണ്ട് പുസ്തകങ്ങൾ എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ റീഡിംഗ് സ്ലംബ് ഉള്ള ആളുകൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റം വരാനും, അതുപോലെ തന്നെ വീണ്ടും അവർക്ക് റീഡിംഗ് കണ്ടിന്യൂ ചെയ്യാനും പറ്റുക, അതിന് പറ്റിയ ഈസി ആയിട്ട് വായിക്കാനും, അതുപോലെ തന്നെ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ. അതാണ് ഈ രണ്ട് പുസ്തകങ്ങൾ. അതുപോലെ തന്നെ രണ്ടും ക്രൈം ത്രില്ലേഴ്സ് ആണ്. എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറ്, പിടിച്ചിരുത്താറുള്ളത് ക്രൈം ത്രില്ലേഴ്സ് ആയതുകൊണ്ടാണ് ഈ രണ്ട് പുസ്തകമായിട്ട് ഞാൻ വന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ടും ആയിട്ട് സിമിലാരിറ്റീസും ഉണ്ട്. ഒന്നിൽ ഈ പറഞ്ഞ പോലെ പോയട്രി ആണ് കൊലപാതകത്തിന് ശേഷം അവിടെ ഇട്ടിട്ട് പോകുന്നതെങ്കിൽ, 7 ലിറ്റിൽ മങ്കീസില് നഴ്സറി റൈംസ് ആണ് അവിടെ ഇട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത് വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഇത് രണ്ടും തമ്മിലൊരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതിനെ പോലെ തന്നെ രണ്ടും വായിച്ച് തീർക്കാൻ അത്രയും കൗതുകം നമുക്ക് തോന്നും. പക്ഷെ കഥകൾക്ക് തമ്മിൽ ഒരു തരത്തിലുള്ള സാദൃശ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ രണ്ടിന്റെയും സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് കില്ലിംഗ് അല്ലെങ്കിൽ ആ ഇട്ട് പോകുന്ന ആ ഹിന്റിന്റെ ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, എവിഡൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന രീതിക്ക്. അപ്പോ അതാണ് ഈ രണ്ട് പുസ്തകങ്ങൾ. എനിക്ക് രണ്ട് പുസ്തകവും ഒരുപാട് ഇഷ്ടമായി. അപ്പോ മലയാള പുസ്തകം വായിക്കണം, എനിക്കിനി വായിച്ചു തുടങ്ങണം എന്നുള്ളവർക്കും ഇത് രണ്ടും നല്ലൊരു രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് വായിച്ചു നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഇൻസ്റ്റ ഐ ഡി ആയിട്ടുള്ള മൈ വിറ്റ്സ് ബൈ ലക്ഷ്മിയിലൂടെയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും അടുത്ത രണ്ട് പുതിയ നല്ല പുസ്തകങ്ങളുമായി വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.